നമുക്ക് ഇവിടെ ഇറങ്ങാവേ. അല്ല മോളെ, കുറച്ച് അപ്പുറത്തുനിന്നാ. അവിടെ വണ്ടി പാർക്ക് ചെയ്താലേ പോലീസ് മാമന്മാര് വന്നിട്ടേ അച്ഛന് ഫൈൻ എഴുതും. അച്ഛന്റെ കൈ മുറുകെ പിടിച്ചട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോടല്ലേ, റോഡിൽ നല്ല തിരക്കാണേ. അതൊക്കെ പറയാ മോളെ, സൂക്ഷിച്ചു നടക്ക്. എടോ സുശീലോ. എന്ത് മുതലാളി? മനോജിന്റെ കുഞ്ഞിന്റെ ദൂരികെട്ടിനുള്ള ചെമ്പും ബാത്റൂം കസേരയും ടേബിളും എല്ലാം എടുത്തു വെച്ചിട്ടില്ലടാ. ഓ, എടുത്തു വെച്ചിട്ടുണ്ട് മുതലാളി. എന്നാ നീ പോയിക്കോ, പണിക്കാരെ കൂടെ എപ്പോഴും നീ ഉണ്ടാവണം. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആ മനോജ് ആരോ പിഷ്കനാ. നീ അവനെ കാണുമ്പോഴേ കുറച്ച് അഡ്വാൻസ് വാങ്ങി വെച്ചേക്ക്, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ലെന്നേ. ശരി മുതലാളി. സുഖുവേട്ടോ. ആരിത് ബാലുവോ? ഈ വഴിക്കൊന്നും നിന്നെ കാണാറില്ലല്ലോ. തിരക്കല്ലേ ചേട്ടാ, അതുകൊണ്ട് ഈ വഴിക്കൊന്നും ഇറങ്ങാത്തെ. എന്താടാ വിശേഷിച്ചിട്ട്? ചെറിയൊരു വിശേഷം ഉണ്ടെന്നേ, അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആഹാ, അപ്പൊ എനിക്കാണല്ലോ കോൾ അടിച്ചേ. അല്ല, എന്നാ പരിപാടി? ഇന്നേക്ക് 7-ാം ദിവസം ചേട്ടാ. ആഹാ, അത് ശരി. എന്നേക്ക പന്തലിടണ്ടേ? ചേട്ടന് ഒഴിവുണ്ടെങ്കിലേ 2 ദിവസം മുന്നേ തന്നെ ഇടാൻ പറ്റുമോ? ഓ, അതിനെന്താ ബാലോ, നീ പറഞ്ഞ പിന്നെ അതിലൊരു അച്ചിട്ടില്ല. ചെറിയൊരു പന്തല് മതിട്ടോ, 100-100 ആൾക്കാരെ ഉണ്ടാവത്തുള്ളേ, വീടിന്റെ മുൻവശത്തും പിന്നെ ബാക്കിലും. ആ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളടാ. അല്ല, നിങ്ങൾ ഇരിക്കുന്നില്ലേ? എന്തെങ്കിലും കുടിക്കാൻ വേണോ? ഏയ്, അതൊന്നും വേണ്ടെന്നേ, പോയിട്ട് അല്പം തീർത്തിയുണ്ട്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കോളാം ചേട്ടാ. ആ പിന്നെ കസേരയും ടേബിളും ചെമ്പും പാത്രവും എല്ലാം വേണേ. അതല്ലേ എനിക്ക് അറിയാടാ. ചേട്ടാ, അഡ്വാൻസ് എത്ര വേണ്ടേ? ഒന്ന് പോടാവേ, ഞാൻ നിന്നെ എത്ര നാൾ മുതൽ കാണാൻ തുടങ്ങിയതാ. നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്. അഡ്വാൻസ് ഒന്നും വേണ്ട, അപ്പൊ തുക മൊത്തമായിട്ട് തന്നാ മതിയേ. എനിക്ക് ആയുർവേദ കടയിലൊന്ന് കയറണേ, എന്ന് ഞങ്ങൾ പോട്ടെട്ടോ. ഇത് നിന്റെ ചെറിയ മോളല്ലേ, ഞാൻ കുഞ്ഞാവുമ്പോ കണ്ടതാ. എന്താ മോളുടെ പേര്? പേര് പറഞ്ഞു കൊടുക്കണേ. ആഹാ, നല്ല പേരാണല്ലോ. കണ്ടിട്ട് പാവം കൊച്ചാണെന്നാ തോന്നുന്നേ. അത് ചേട്ടന് ശരിക്കും ഇവിടെ അറിയാത്തോണ്ടാ. എന്നാ ശരി ചേട്ടാ. പാർക്കുട്ടി, എന്നാ നമുക്ക് പോയാലോ? അതൊക്കെ പറയാ മോളെ, അങ്ങോട്ട് നടക്ക്. ചേട്ടാ, നമ്പി ചേട്ടാ. ആഹാ, ആരിത്? എന്താ ചേട്ടാ രാവിലെ തന്നെ പണി? ഈ പച്ചമരുന്നൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നടാ. ഇന്ന് ചേട്ടൻ ഒറ്റക്കോളൂ കടയില്. മോൻ എവിടെ പോയി? കുറച്ച് പച്ചമരുന്ന് കൊണ്ടുവരാനേ അവൻ തൃശ്ശൂർ വരെ ഒന്ന് പോയതാണേ. അത് ശരി. ആ ചേട്ടാ, എനിക്ക് ഈ ലിസ്റ്റിലുള്ള പച്ചമരുന്നൊക്കെ ഒന്ന് വേണേ. ഇങ്ങോട്ട് തരൂ. വീട്ടിൽ ഋതുമതി ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട് ചേട്ടാ, മോൾക്ക് മരുന്നുണ്ടാക്കി കൊടുക്കാനേ അവളുടെ മുത്തശ്ശിമാർ തന്ന ലിസ്റ്റാ. രക്തമൊക്കെ ശുദ്ധിയായി നല്ല ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കാനേ ഈ പ്രായത്തിലെ പെൺകുട്ടികൾ ഈ മരുന്നുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാ. പണ്ടത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇത് നന്നായിട്ട് കഴിച്ചിരുന്നു. ഇപ്പൊ അതൊന്നും കഴിക്കുന്നില്ലല്ലോ. പ്രായമുള്ളവര് വീട്ടിലുണ്ടാവുമ്പോ ഇതാ ഒരു ഗുണമുള്ളതേ. അത് ചേട്ടൻ പറഞ്ഞേ ശരിയാ. ഞങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ലല്ലോ. ഇതിൽ 10-25 ഔഷധങ്ങളുടെ പേരുണ്ട്. എല്ലാതും കൂടി എടുത്തു വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും മോനെ. മോന് വേറെ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ പോയിക്കോ, ഞാനിവിടെ എല്ലാം എടുത്തു വെക്കാനേ. ആ ചേട്ടാ, ഇവിടെ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ പറ്റിയ നല്ല ഷോപ്പുണ്ടോ? നമ്മുടെ ദിനേശിന്റെ ഡ്രസ്സ് കടയിലെ അതിന്റെ തൊട്ടപ്പുറത്തൊരു ഇൻവിറ്റേഷൻ കാർഡ് സെന്റർ ഉണ്ടേ. വളരെ ഉപകാരം ചേട്ടാ. ആ പിന്നെ മോൾക്ക് പറ്റിയ നല്ലൊരു ലേഹം കൂടി എടുത്തു വെച്ചേക്കണേ. പിന്നെ കുറച്ച് കറ്റാർവാഴയും കൂടി എടുത്തു വെച്ചേക്കോ, മക്കൾക്ക് നല്ല എണ്ണ കാച്ചി കൊടുക്കാലോ. ശരി മോനെ, മക്കൾ പോയി വരി. അപ്പോഴേക്കും ഞാൻ എല്ലാം എടുത്തു വെക്കാനേ. വാ പാറുകുട്ടി, ഇനി നമുക്ക് മെഡിക്കൽ ഷോപ്പ് പോവാട്ടോ. സർ, അകത്തേക്ക് വരൂ. മോനെ, ഈ സെയിം കമ്പനിയുടെ കുടിക്ക് ഇവിടെ ഉണ്ടാവോ? ഡോക്ടറുടെ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആ 2ാമത് എഴുതിയ ടാബ്ലറ്റ് ആണേ. ഈ ടാബ്ലറ്റ് ഇവിടെ ഉണ്ട് സാർ. സെയിം കമ്പനി അല്ലേ? അല്ലെങ്കിൽ അവർ കഴിക്കത്തില്ലെന്നേ. അതെ സാർ, ഒരു മാറ്റവും ഇല്ല. സ്ഥിരം കഴിക്കുന്ന ടാബ്ലറ്റ് അല്ലേ? 1 മാസത്തിനാണ് വേണ്ടേ? ഒരു സ്ട്രിപ്പ് എടുത്തോളൂ. ഓക്കെ സാർ, ലിസ്റ്റ് പിടിച്ചോളൂ. വേറെ എന്തെങ്കിലും വേണ്ട സാർ? ആ പിന്നെ ഒരു സാനിറ്ററി പാഡ് വേണം. ഏത് കമ്പനിയുടെ വേണ്ടേ? ബട്ടർഫ്ലൈ സാനിറ്ററി പാഡ്. 1 മിനിറ്റ് സാർ, വെയിറ്റ് ചെയ്യൂട്ടോ. മോനെ, വലിയ ബാഗ് തന്നെ എടുത്തോളൂ. ഓക്കെ സാർ. നീ എങ്ങോട്ട് മോളെ? വേഗം വരണേ. എന്താ മോളെ? ചോദിച്ചോളൂ. അത് പ്രഷറിനുള്ളതാ മോളെ. മോളെ, എന്നാ നമുക്ക് പോയാലോ? ചേട്ടാ, ഇനി വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, ഇനി എല്ലാം കൂടി ബില്ലടിച്ചോളൂ. ടോട്ടൽ 500. ടാബ്ലറ്റ് ഈ കവർ തന്നെ വെച്ചിട്ടുണ്ടേ. ഭക്ഷണം കഴിച്ച ശേഷം രാവിലെ 1 വീതം കഴിക്കാൻ പറയണട്ടോ. സ്ഥിരം കഴിക്കുന്നവർക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയാലോ മോനെ. ഇതെന്റെ ഡ്യൂട്ടി അല്ലേ സാർ, പറഞ്ഞല്ലേ പറ്റൂ. ശരി മോനെ, കണക്കെല്ലാം കൃത്യല്ലേ? അതെ സാർ. വാ പാറുകുട്ടി. പാറുകുട്ടി, ആ കറ്റാവാഴങ്ങത്താ അച്ഛൻ ഫ്രണ്ടിൽ വെക്കാട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പാറുകുട്ടിയുടെ മുഖം നല്ല സന്തോഷമായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി മോളെ? വെയിൽ കൊണ്ടിട്ട് മക്കള് ക്ഷീണിച്ചോ? ഇവിടെ നല്ല സർബത്ത് കിട്ടും, മോൾക്ക് വാങ്ങി തരണോ? എന്നാ മക്കള് വണ്ടി കയറിക്കട്ടോ.
ഇതെന്താ പെട്ടെന്ന് ചേച്ചിനെ കാണാൻ ഒരു കൊതി? ഏയ് ഒന്നുമില്ല അച്ഛാ, വേഗം വണ്ടി വിട്. ഈ കാന്താരിക്ക് എന്ത് പറ്റി? സാധാരണ പുറത്ത് പോകുമ്പോഴേ ഐസ്ക്രീമും സർബത്തും ഡയറി മിൽക്കൊക്കെ എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കണാണല്ലോ. ഇപ്പൊ ഇതൊന്നും വേണ്ടേ? ഇത് വല്ലാത്ത അതിശയായല്ലോ പാർക്കുട്ടിയെ. അവസാനം നീ നന്നായാ. സംസാരിച്ച് സമയം കളയല്, വണ്ടി വിട്. മക്കൾ ഇത്ര നേരത്തെ വന്നോ? അല്ല മോനെ, ജൈവ പച്ചക്കറി തന്നെയല്ലേ കൊണ്ടുവന്നേക്കുന്നേ, അല്ലാതെ വള അടിച്ചതൊന്നല്ലോ. നമ്മുടെ പീതാപരച്ചേട്ടന്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നതമ്മ. ആ എന്ന് ധൈര്യമായിട്ട് കഴിക്കാം, അവിടെ ജൈവവളം മാത്രം ഉപയോഗിക്കണുള്ളേ. സീതേ, എടി സീതേ, എച്ചുമോളെ ആരെങ്കിലും ഒന്ന് വന്നേ. എന്തിനാ മക്കളെ അവരെ വിളിക്കുന്നേ? ഈ പച്ചക്കറി കൊണ്ടൊന്ന് പിടിക്കാനാണേ, എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റത്തില്ലല്ലോ. അവരെന്തിനു തിരക്കിലായിരിക്കും മക്കളെ, ഞാൻ പിടിച്ചാ മതിയോ? ഈ വെയ്യാത്തോടത്ത് രണ്ടാള് ഭാരന്ന് ചുമക്കണ്ട, അവരാരെങ്കിലും വന്നോളൂന്നേ. എടി സീതേ, ലച്ചുമോളെ. ആ നല്ല സമയത്താണല്ലോ ബാലും ബാലക്കുട്ടി വരുന്നേ. ഇനി പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിക്കണ്ട, ബാലൻ നിന്നെ സഹായിക്കൂടാ. നീലു, എപ്പോ പോയത് അച്ഛനും മോളും? എന്തെത്ര നേരം വൈകിയേ? ഒന്നും പറയണ്ടടി, ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ, റോഡിൽ മൊത്തം തിരക്കാണെന്നേ. അതുകൊണ്ട് ബൈക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങൾ നടന്നാ പോയേ. അല്ല പാർക്കുട്ടി? ഇവിടുന്ന് തുള്ളിച്ചാടി നല്ല സന്തോഷത്തിലാണല്ലോ പോയേ. എന്ത് പറ്റി പാർക്കുട്ടിക്ക്? മുഖത്ത് ആകെ വാടിയേക്കുവാണല്ലോ. അവള് നല്ല ഉറക്കത്തിലാ. ഇനി നീ അവിടെ പോയി കുതിരി കളിച്ച് അവളെ ഉണർത്താനും നിൽക്കണ്ട കേട്ടോ. നീ ഇനി അവളെങ്ങാനും ഉണർത്തി എന്റെ നല്ല പെട കിട്ടേ. ഇല്ല ചേച്ചി ഉറങ്ങിക്കോട്ടെ, ഞാൻ ശല്യപ്പെടുത്തില്ല. ശല്യപ്പെടുത്താൻ നിനക്ക് തന്ന്. നീലു, സംസാരിച്ച് നിൽക്കാതെ ഇതൊക്കെ അകത്തേക്ക് കൊണ്ടുവെക്ക്. ശിവമോൾക്കുള്ളതെല്ലാം വാങ്ങിയിട്ടില്ല ബാലു? ഓ വാങ്ങിയിട്ടുണ്ടടി, അത് ഞാനങ്ങനെ മറക്കോ? മരുന്ന് മറന്നിട്ടില്ലല്ലോ? ഏയ് ഇല്ലടി. ഈ മരുന്ന് കഴിച്ചില്ലെങ്കിലേ ആകെ വയ്യാതെയുള്ളൂ, അതുകൊണ്ടാ പറഞ്ഞേ. പാവം ചേച്ചി. ചേട്ടോയ്, ഞാനിവിടെ കുന്ത പിടിക്കുന്ന പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ആ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിക്കേ. നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നടാ. ഈ പച്ചക്കറി ഒന്ന് എടുക്കാൻ സഹായിക്കു ചേട്ടാ. ഇതാ വരുന്നടാ. എടാ മോനെ, നീ എന്റെ കൊച്ചിന് ഐസ്ക്രീം ഒന്നും വാങ്ങിക്കൊടുത്തില്ലടാ. അതാ അമ്മ അത്ഭുതം. ഞാൻ മോൾക്ക് സർബത്ത് വേണോ, ഐസ്ക്രീം വേണോ, ഡയറി മിൽക്ക് വേണോ എന്നൊക്കെ ചോദിച്ചതാ. എനിക്കൊന്നും വേണ്ടേ, എന്റെ ചേച്ചിനെ കണ്ടാ മതി, വേഗം വീട്ടിക്ക് പോകുന്ന പറഞ്ഞേ. ഈ കൊച്ചിന്റെ ഒരു കാര്യം, അവൾക്ക് വയ്യാതാവുമ്പോ ഇവിടെ തന്നെ അല്ലേ കൂട്ടായിട്ട് വേണ്ടേ? ചേട്ടാ ഒന്നിങ്ങ് വന്നേ. അതെ പാർക്കുട്ടി, ഇനി നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം കുറേ ആൾക്കാരുണ്ടാവും. മോൾക്ക് സന്തോഷമില്ലേ? അമ്മേ, എന്തിനാ നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാർ വരുന്നേ? എന്റെ ശിവേച്ചിനെ കാണാനാണോ? അതെ പാർക്കുട്ടിയെ, അവളിപ്പോ വയ്യാണ്ടിരിക്കുവല്ലേ. ശിവേച്ചിക്ക് എന്താ അസുഖമ്മ? അത് പിന്നെ പാർക്കുട്ടി, ശിവമോൾക്ക്. നീലു ഒന്നിങ്ങ് വന്നേ. ഇതാ വരുന്നു ബാലു. അമ്മ പറഞ്ഞിട്ട് പോ. ഈ അച്ഛനെ വിളിക്കാൻ കണ്ടൊരു സമയം. എന്താ മോന്റെ പേര്? വീട് എവിടെയാടാ? എന്റെ പേര് ദാമു, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണേ. ആ അത് ശരി. മോരുവെള്ളം എന്തെങ്കിലും കുടിക്കാടുക്കട്ടെ മോനെ? ഏയ് വേണ്ട. ശിവേച്ചിക്ക് എന്താ അസുഖം മനസ്സിലായ പാർക്കുട്ടി? പ്രഷർ ആണെന്നാ ആ മെഡിക്കൽ ഷോപ്പിലുള്ള ചേട്ടൻ പറഞ്ഞേ. പ്രഷറോ? ആ അസുഖത്തിന്റെ ബെല്ലിമാക്കുണ്ടല്ലോ, ആ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവോ? എനിക്കറിയില്ല അമ്മിക്കുട്ടി. അമ്മ അർജന്റായിട്ട് അച്ഛനെ കൊണ്ട് ആ മരുന്ന് വാങ്ങിപ്പിച്ചല്ലോ. ആ മരുന്ന് മുടങ്ങാതെ കഴിച്ചിട്ടില്ലെങ്കിൽ ശിവേച്ചി തല കറങ്ങി വീഴത്രേ. അതല്ല അമ്മിക്കുട്ടി, എന്തോരം മരുന്നാണ് ശിവേച്ചിക്ക് വേണ്ടി അച്ഛൻ വാങ്ങിയേ. ഈ പ്രഷർ എന്ന് വെച്ചാൽ വലിയ അസുഖമാണോ? ഈ അസുഖം വന്നവരൊക്കെ മരിച്ചു പോവോ? ഇച്ചിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ പാർക്കുട്ടിയെ. എനിക്കൊക്കെ പല കണ്ടിട്ട് ടെൻഷൻ ആവാ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടി. പേടിക്കല്ലേ, നമുക്കൊക്കെ കണ്ടുപിടിക്കാം പാർക്കുട്ടി. എന്റെ സൈന്യോ വന്ന കാലത്ത് തന്നെ നിൽക്കാതെ ഇവിടെ വന്നിരിക്ക്. അല്ല ഭവാനിയമ്മേ, ശിവക്കുട്ടി എവിടെയാണ്? കുഞ്ഞ് നല്ല ഉറക്കത്തിലാണേ. ആ ഓൾ ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്താനും നിൽക്കണ്ട. ഓൾക്ക് നല്ല ക്ഷീണുണ്ടാവൂലേ. നീലോ, എടി നീലോ. ആഹാ, കരീസുമ്പോ പെട്ടെന്ന് മുങ്ങിയതാണല്ലോ. ഇപ്പോഴാണ് പൊങ്ങുന്നേ. എവിടേക്കാ ധൃതി പിടിച്ച് പെട്ടെന്ന് പോയേ? അന്റെ ഫോൺ വന്നപ്പോ നമ്മളെല്ലാരും കൂടി ഇവിടെ ഓടിക്കയച്ച് വന്നല്ലേ, അപ്പൊ ഒന്നും കൈ പിടിക്കാൻ പറ്റിയില്ലേ? എന്നാ കുറച്ച് നാടൻ മുട്ടണ്ടേ, ശിവമോൾക്ക് നന്നായിട്ട് പുഴുങ്ങി കൊടുക്ക്, ഓളെ ആരോഗ്യം നന്നാവട്ടെ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല കരീസുമ്മ. അതെന്താ വേണ്ടാത്തത്? ഈ സമയത്ത് ഇതൊക്കെ നന്നായിട്ട് തിന്നണേ. നമ്മുടെ പ്രായത്തിൽ ഈ സമയത്തൊക്കെ പച്ചമുട്ട അങ്ങനെ തിന്നിരുന്നേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ തിന്നൂലല്ലോ. ഓൾക്ക് അറപ്പല്ലേ, ഓൾക്ക് പുഴുങ്ങി കൊടുക്കടി. മോളെ നീലു, കദീസ് ഓളെ പേരക്കുട്ടിക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നല്ലേ, നീ അകത്തേക്ക് കൊണ്ടുവെക്കടി. ശരിയമ്മ. കദീസുമ്മ പെട്ടെന്ന് മുങ്ങിയേക്കല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. ആ ചായ ഒക്കെ കുടിച്ചിട്ട് ഞമ്മള് പതുക്കെ പോണുള്ളടി. സെയിനു വന്നില്ലേ? ഓള് ശിവക്കുട്ടിക്ക് തിന്നാളെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കണേ. നമ്മുടെ കുട്ടിയുടെ ഭാഗ്യം, എന്തോരം ആൾക്കാരെ സ്നേഹം കിട്ടുന്നേ. എടാ മോനെ. എന്താ ചേട്ടാ? നമ്മുടെ തൊട്ടടുത്ത് പറമ്പിലെ കുറച്ച് പച്ചോറുണ്ട്, അത് നമ്മുടെ വീടിന്റെ പുറകുവശത്തേക്കൊന്ന് എത്തിക്കാൻ പറ്റുമോ? ഓ അതിനെന്താ ചേട്ടാ? എന്ന് നീ വണ്ടി എടുക്കടാ. എടാ താമ പോവല്ലേ, വണ്ടിന്ന് ഒരു സാധനം കൂടി എടുക്കണ്ടടാ. എന്നാ വേഗം എടുക്ക് ചേട്ടാ, ആ മുത്തശ്ശി എന്നോട് പറമ്പിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടേ. ഇനി നീ വിട്ടോ, കാശ് ഞാൻ ഒന്നിച്ച് തരാട്ടോ. നിങ്ങളിങ്ങനെ കലിപ്പാവല്ലേ കദീസുമ്മ? ഒരാഴ്ചത്തോടെ നമ്മൾ 10-20 ആൾക്കാർ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവത്തില്ലേ? അപ്പൊ എത്ര കോഴിമുട്ട കിട്ടിയാലും തികയൂലേ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പുഴുങ്ങി തിന്ന് കദീസുമ്മ. അപ്പൊ ശിവമോളെ ആരോഗ്യം മാത്രല്ല, നമ്മുടെ ആരോഗ്യം കൂടി നന്നായിക്കോളുന്നേ. അത് നമ്മളെ ഏറ്റ്. നമ്മുടെ കുട്ടികളെ മുഖം ആകെ
വാടിക്കണത് നിങ്ങളുടെ മുഖത്തൊന്നും സന്തോഷം കാണാനില്ല. ഏയ് ഒന്നുമില്ല കരീസുമ്മ. കുട്ടികൾ പോയി കളിച്ചോളി. ചായ കുടിക്കാൻ നേരത്തെ നിങ്ങളെ വിളിക്കാട്ടാ. ആ വാ മുകുട്ടി, നമുക്ക് പുറകു വശത്തേക്ക് പോവാം. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പാറുകുട്ടിയെ, എടി പാറുകുട്ടിയെ.